ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തുന്ന പ്രധാനമായും നാവികത്താവളങ്ങൾ, അവിടെ ആയുധപ്പുരകൾ, ആയുധ സംഭരണശാലകൾ, രാസായുധം നിർമ്മിക്കുന്ന ഫാക്ടറികൾ, അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട പല ഗവേഷണ സ്ഥാപനങ്ങളും ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ വിശദീകരണം ഈ ഇത്തരം റിസർച്ച് സ്ഥാപനങ്ങൾ, അത് ഗവേഷണ സ്ഥാപനങ്ങൾ എന്നുള്ള പേരിൽ നടക്കുന്നതെല്ലാം തന്നെ അവരുടെ ആയുധ നിർമ്മാണ ശാലകളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ ആദ്യം നശിപ്പിക്കുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം ഗോലാൻ കുന്നുകളുടെ 1/3 ഭാഗവും ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. നേരത്തെ 1970കളുടെ ആദ്യം ഉണ്ടായ ഒരു കരാറിനനുസരിച്ച് വിട്ടുകൊടുത്ത സ്ഥലമായിരുന്നു. ഇതിന് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം അസദ് ഭരണം ഇല്ലാതോടുകൂടി തന്നെ ഈ കരാറും അവസാനിച്ചിരിക്കുന്നു എന്നാണ്. സിറിയയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളാണ് പല രാജ്യങ്ങളിലും ഉള്ളത്. അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയെ തുടർന്ന് അവർ നടത്തിയ ക്രൂരകൃത്യങ്ങൾ പലതും പുറത്തു വന്ന സമയത്താണ് ലക്ഷക്കണക്കിന് 60 ലക്ഷത്തോളം വരുന്ന സിറിയൻ ജനത അഭയാർത്ഥികളായി മറ്റു സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ തിരികെ എത്താൻ ധൃതി കൂട്ടുന്നുണ്ട്. ഒരു വശത്ത് ഭരണം പിടിച്ചെടുത്ത വിമതർക്കിടയിൽ പോലും ഇപ്പോൾ അഭിപ്രായ ഭിന്നതകളായി പറയപ്പെടുന്നുണ്ട്. ഈ വിമതരുടെ കൂട്ടത്തിൽപ്പെട്ട ഐസിസ് തീവ്രവാദികളാകട്ടെ അവർ അസദിന്റെ അനുയായികളായിരുന്ന സൈനികരെ പല സ്ഥലങ്ങളിലും പിന്തുടർന്നു ചെന്ന് വധിക്കുന്ന രീതി തുടരുന്നു. ഇന്നലെ മാത്രം ഏതാണ്ട് 50ഓളം സൈനികരെയാണ് ഈ ഐസിസ് തീവ്രവാദികൾ വധിച്ചത്. നിലവിൽ ഭരണം വീണ്ടും തീവ്രവാദികളുടെ കൈകളിലേക്ക് തന്നെ പോവുകയാണോ എന്ന് സംശയം ഉയർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വളരെ കരുതിക്കൂട്ടി, വളരെ കൃത്യമായി ഇവരുടെ ആയുധ നിർമ്മാണശാലകളും അവർക്ക് സംശയം തോന്നുന്ന എല്ലാ സ്ഥലങ്ങളും ആക്രമിച്ച് തകർക്കുന്നത്.